ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. LP-UPക്ക് മാത്രമല്ല PSCയുടെ എല്ലാ എക്സാമുകൾക്കും SCRT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും മസ്റ്റാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അതാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? ഏകദേശം 63%. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. പ്ലാസി യുദ്ധവും ഒന്നാം സ്വാതന്ത്ര്യ സമരവും തമ്മിൽ 100 വർഷത്തെ വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കർഷകർ നേരിട്ട ദുരിതത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? ഏകദേശം 63%. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കർഷകർ നേരിട്ട ദുരിതത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയം. ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായം. ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒഡീഷ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒഡീഷ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് റൈറ്റ് വാരി വ്യവസ്ഥ. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായം റൈറ്റ് വാരി വ്യവസ്ഥ. ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ദുർഭരണക്കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഉത്തരേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമാണ് അവധ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ദുർഭരണക്കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഉത്തരേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമാണ് അവധ്. നീലം കർഷക കലാപം. നീലം കർഷക കലാപം നടന്ന വർഷം 1859. നീലം കർഷക കലാപം നടന്ന സ്ഥലം ബംഗാൾ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. DG ടെൻഡുൽക്കർ ആണ് ഇങ്ങനെ പറഞ്ഞത്. നീലം കർഷക കലാപം നടന്ന വർഷം 1859. നീലം കർഷക കലാപം നടന്ന സ്ഥലം ബംഗാൾ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. DG ടെൻഡുൽക്കർ ആണ് ഇങ്ങനെ പറഞ്ഞത്. മലബാർ കലാപം. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ 20ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921. മാപ്പിള കലാപം എന്നറിയപ്പെടുന്നു. മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റാണ് കനോലി. മലബാർ മജിസ്ട്രേറ്റായ കനോലി വധിക്കപ്പെട്ട സ്ഥലം വെസ്റ്റ് ഹിൽ, കോഴിക്കോട്. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ 20ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. അത് നടന്ന വർഷം
1921. ഈ മലബാർ കലാപത്തെ മാപ്പിള കലാപം എന്നും അറിയപ്പെടുന്നു. മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റാണ് കനോലി. മലബാർ മജിസ്ട്രേറ്റായ കനോലി വധിക്കപ്പെട്ട സ്ഥലം വെസ്റ്റ് ഹിൽ, കോഴിക്കോട്. സന്താൾ കലാപം. സന്താൾ കലാപം നടന്ന വർഷം 1855. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. സന്താൾ കലാപ നേതാക്കൾ സിദ്ദു കാനു. കലാപം നടന്ന വർഷം 1855. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. സന്താൾ കലാപ നേതാക്കളാണ് സിദ്ദുവും കാനുവും. നെക്സ്റ്റ് വരുന്ന കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന ജില്ല വയനാട്. നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് TH ബേബർ. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ TH ബേബർ. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന മറ്റ് ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് TH ബേബറാണ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ചരിത്രകാരനായ K. സുരേഷ് സിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞത്: ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. വില്യം ബെന്റിക് പ്രഭു. റെയിൽവേയുടെ ആഗമനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട സഞ്ചാരിയാണ് DH ബുക്കാനൻ. അമേരിക്കക്കാരനാണ് DH ബുക്കാനൻ. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്ക് റെയിലിനാൽ കീറിമുറുക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു TH ബുക്കാനൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 മെയ് 10. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്, തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. ഇത്രയുമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ മംഗൽ പാണ്ഡെ വെടിയുതിർത്ത സ്ഥലമാണ് ബാരക്പൂർ, ബംഗാൾ. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. 1857 കലാപത്തിന്റെ യഥാർത്ഥ ശക്തിയായി പരിഗണിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാനിടയായ സംഭവമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ. കലാപസ്ഥലം, നേതാക്കന്മാർ: ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ, ബോംബെ. ആദ്യ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ എണ്ണം 72.
INC രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണം വിശദീകരിക്കുന്ന നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്നത് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിനായി ദാദാഭായ് നവറോജിയോടൊപ്പം പ്രവർത്തിച്ച പ്രമുഖ നേതാക്കളാണ് രമേശ് ചന്ദ്രദത്തും ഗോപാലകൃഷ്ണ ഗോഖലെയും. സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച സമരമാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട സ്ഥാപനങ്ങൾ ബംഗാളി കെമിക്കൽ സ്റ്റോർ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ള, തൂത്തുക്കുടി, 1906. സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച സമരമാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട സ്ഥാപനങ്ങൾ ബംഗാളി കെമിക്കൽ സ്റ്റോർ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ള, തൂത്തുക്കുടി, 1906. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് VO ചിദംബരം പിള്ള. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് വാലന്റൈൻ ഷിറോൾ. ജനങ്ങൾ ലോകമാന്യ എന്ന് വിളിച്ചിരുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ദേശീയബോധം വളർത്താനും തിലകൻ ആരംഭിച്ച പത്രങ്ങളാണ് കേസരി, മറാത്ത. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലക്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള നോട്ട്സാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും നിർബന്ധമായും പഠിച്ചെടുക്കണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.